Namaskaram. Music is the ever beautiful way of expressing love and happiness. സന്തോഷവും പ്രണയവും എക്കാലത്തും ഭംഗിയോടെ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് സംഗീതത്തിനുണ്ട്. ആ സംഗീതം നിറഞ്ഞ് സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു സ്പ്ലെൻഡിഡ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ കോമ്പറ്റീഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഡിയറസ്റ്റ് പാനൽ ഓഫ് ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. Now let me welcome the very backbone of Superstar, Team Music ID. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ മലയാളം കൃതി സോങ്സ് റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ സപ്പോർട്ട് ചെയ്യാനെത്തിയ the very eminent panel of musicians. On മൃദംഗം we have Dr. Babu. ഇദ്ദേഹം ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ സർ, ഡോക്ടർ ടി ശേഷഗോപാലൻ സർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളോടൊപ്പം കച്ചേരി നടത്തുന്ന ഒരു എമിനന്റ് മ്യൂസീഷ്യനാണ് ഇദ്ദേഹം. ഓൺ വീണ വി ഹാവ് മനോജ് അനന്തപുരി. ഇദ്ദേഹം മ്യൂസിക്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. ആൻഡ് ഓൾസോ ശ്രീ സൗന്ദരരാജ സർ, ശ്രീ അനന്ത പത്മനാഭൻ സർ തുടങ്ങിയ പ്രമുഖ വ്യക്തികളുടെ ശിഷ്യനാണ് ഇദ്ദേഹം. വെൽക്കം ടു ദ ഷോ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വി ഹാവ് ഓൺ എടക്ക ശ്രീ കലാപീഠം സനിൽ. ഇദ്ദേഹം സോപാന സംഗീതത്തിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. വെൽക്കം ടു ദ ഷോ ചേട്ടാ. സോ ഇവരും നമ്മുടെ ടീം മ്യൂസിക് ഐഡിയയിലെ ചേട്ടന്മാരും കൂടെയാണ് ഈ റൗണ്ട് ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ആദ്യ പെർഫോമൻസിനായി മലയാളം കൃതി സോങ്സ് റൗണ്ടിൽ പാടാനായി ശ്രീരാജ് ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീരാജിനെ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. സുരുട്ടി രാഗത്തിലെ അലർച്ചര പരിതാപം എന്ന ഒരു പദമാണ് ഞാൻ ഈ റൗണ്ടിൽ പാടാൻ പോകുന്നത്. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജലജ ബന്ധുഭൂമിഹ ജലധിയിലണയുന്നു 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 മലയമാരുതമേറ്റു മമ മനമതിതനാമ്പത
വിവശമായി സഖിയലർസര പരിതാപം ചൊൽവാതിൻ നളിവേണി പണി ബാലേ അലർസര പരിതാപം ചൊൽവാതിൻ നളിവേണി പണി ബാലേ വളരുന്നു ഹൃദിമോഹം എന്നോമലേ വളരുന്നു ഹൃദിമോഹം എന്നോമലേ വളരുന്നു ഹൃദിമോഹം എന്നോമലേ വളരുന്നു ഹൃദിമോഹം എന്നോമലേ തളരുന്നു മമ ദേഹം കളമൊഴി വളരുന്നു ഹൃദിമോഹം എന്നോമലേ തളരുന്നു മമ ദേഹം കളമൊഴി കുസുമ വാടികയതിൽ ഉളവായോ രളികുലാരവമതിഹ കേൾപ്പതുമധികമാതി നിദാനമായി സഖിയലർസര പരിതാപം ചൊൽവാതിൻ നളിവേണി പണി ബാലേ ശ്രീരാജെ,
എങ്ങനെ പാടിയിട്ട് എന്താ ശ്രീരാജിന് പ്രധാനമായിട്ട് തോന്നിയത്? ആ, ശ്രുതിയായിരുന്നു ശ്രീരാജിന് പ്രധാനമായിട്ടുള്ളൊരു പ്രോബ്ലം. എന്താണ് ഒരു മൊത്തത്തിലൊരു കൺട്രോള് ഇല്ലായ്മ ഉണ്ടായിരുന്നു ഇത് പാടുമ്പോൾ. ഇത് നമ്മൾ എന്താ പറയണ്ടത്, കുറച്ച് വലിച്ച് പാടിയാലും കുറച്ച് എന്താ പറയണ്ടത് ടെമ്പോ കുറച്ച് കുറഞ്ഞിരുന്നാലും നല്ല രസമാണ് എന്ന് പറഞ്ഞ് വല്ലാണ്ടങ്ങ് കുറഞ്ഞാൽ അടുത്ത ഫ്രേസ് കഴിഞ്ഞിട്ട് ഒരു നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് അടുത്ത ലൈൻ പാടാവുന്നൊരു കണ്ടീഷനിലോട്ട് പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ മോന് ഗ്രിപ്പും പോവും. ശ്രീരാജേ, എന്തായിരുന്നു ശ്രീരാജിൻ്റെ ഒരു കംഫർട്ട് അല്ലായിരുന്നു ശ്രീരാജ്? എന്ത് പറ്റി? എനിക്ക് ശരിക്കും ലോ പോർഷൻ പോകുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടായില്ല. അത് ശരിയായിക്കൊള്ളുക കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ കീബോർഡ് സ്വാമി എടുത്ത് പറഞ്ഞാൽ അദ്ദേഹം നല്ല കേൾക്കാൻ പറ്റിയ ഒരു ടോണൊക്കെ ഇട്ട് പിടിച്ചു തരും. അത് നിങ്ങൾ പറഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാതും ശ്രീരാജിൻ്റെ കാതും വേറെ വേറെയാണ് അല്ലേ? നിങ്ങൾക്ക് ഏതാണ് ഇത് പിടിച്ചാൽ നമുക്കത് വ്യക്തമാവുന്നില്ലെന്ന് പറഞ്ഞാൽ വേറെ ഇഷ്ടംപോലെ ടോൺസ് കൈ വെച്ചിട്ടുണ്ട്. വീട്ടിലും കുറേ ടോൺസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞെക്കിത്തരും. അപ്പോൾ അത് നമ്മൾ സുഖിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടമാവും. വേറെ ആർക്കാണ് നഷ്ടം അല്ലേ? അപ്പോൾ ഇവർക്കെല്ലാം ഇങ്ങനെ ശ്രുതി വരാതിരിക്കുമ്പോൾ ടോട്ടൽ നമ്മുടെ ബാൻഡുകാരും ഇങ്ങനെ ചേരട്ടെ എന്ന് അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു അവസ്ഥ വരുത്താണ്ടിരിക്കുക കേട്ടോ ശ്രീരാജൻ. ഞാൻ ശ്രീരാജൻ നന്നായിട്ട് പാടാൻ കഴിവുള്ള ഒരു പയ്യനായതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഇത് ശരിയാകില്ല, ഇതാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ മോനെ കേട്ടോ. ടെമ്പോയും കുറച്ചും കൂടെ ആവാമായിരുന്നു. ശ്രമിച്ചാൽ വരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ? ശ്രീരാജിൻ്റെ പല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറവുകളുണ്ട് എങ്കിൽ പോലും തമ്മിൽ മൊത്തത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പല്ലവി പോർഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് ആണ് പ്രശ്നങ്ങൾ വന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ ഹിന്ദുസ്ഥാനി പഠിച്ചതുകൊണ്ട് ഇതുപോലെ പാടാൻ പറ്റില്ല എന്ന് പറയരുത്. കാരണം എനിക്കൊന്ന് ഹിന്ദുസ്ഥാനിയിൽ തന്നെ എത്രയോ സ്ലോയിലുള്ള കൃതികൾ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പോസിഷൻസ് ഉണ്ട്. അത് ഒരു സ്വരത്തിൽ നിന്ന് അടുത്ത സ്വരത്തിലേക്ക് പോകാൻ തന്നെ അതിൽ കുറേ സമയമെടുത്ത് അതിനെ ഭംഗി മൂടി പിടിപ്പിച്ച്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. നമുക്ക് അതിന് ആ ഒരു പുതിയൊരു ഇപ്പം നമ്മൾ കർണാടിക് കേട്ട് പരിചയമില്ല അല്ലെങ്കിൽ പാടി പരിചയമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. പിന്നെ നമുക്കിതൊരു പഠനമായിട്ട് എടുക്കാം. കാരണം നമ്മൾ നല്ല ഫാസ്റ്റായിട്ടുള്ള സംഗതികളൊക്കെ പാടി അതിനകത്തൊക്കെ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷെ ശരിക്കും ഒരു മ്യൂസീഷ്യൻ്റെ ഒരു സിംഗിങ്ങിൽ ശരിക്കും മാറ്റി തെളിയിക്കുന്നത് വിളംബിത കാലത്തിൽ പാടാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ സ്ലോവിൽ ഈ സംഗതികൾ കൃത്യതയോടുകൂടെ പാടാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നോക്കിക്കോ, ഒരു ചെറിയൊരു സംഗതി എടുത്തിട്ട് അതിനെ വളരെ സ്ലോവിൽ പാടാൻ ശ്രമിച്ചു നോക്കിക്കേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പാടുന്ന ഓരോ സാധനങ്ങളെയും നമ്മൾ വളരെ സ്ലോവിൽ പാടി കൃത്യമാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പാടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ടെമ്പോ ഫിക്സ് ചെയ്യണം. ഇത് നല്ല സുഖമുണ്ട് കേൾക്കാനായിട്ട്. വളരെ സ്ലോവിൽ കേൾക്കുമ്പോൾ ഒരു ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് എന്താ പറയുക രുചിച്ച് ഇങ്ങനെ കേട്ടിരിക്കാനുള്ളൊരു സുഖമുണ്ട് ഇതിനകത്ത്. പക്ഷേ അത് കൃത്യതയോട് കൂടി വരണം, എന്നാലേ അതിന് സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ശ്രീരാജ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രീരാജൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുള്ള ആളാണ്, അതുകൊണ്ട് ഒരിക്കലും പുറകോട്ട് പോകരുത്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം? ശ്രീരാജ് നന്നായി പാടി. ശ്രീരാജ്, എനിക്ക് ശ്രീരാജിൻ്റെ പല്ലവി ഇഷ്ടപ്പെട്ടു. ശ്രീരാജ് ഹിന്ദുസ്ഥാനി പഠിച്ചു, ഇത് ആദ്യമായിട്ട് പാടുന്ന പോലെ തോന്നിയില്ല കേട്ടോ. ഓണസ്റ്റ്ലി നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ക്ലാസിക്കൽ ട്രെയിനിങ് ഉണ്ടായിട്ട് പാടുന്ന പോലെ തന്നെയായിരുന്നു the way you approached the കൃതി. ഓക്കെ, സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി എ കോംപ്ലിമെൻറ്റ്. സുരുട്ടി അത്രയ്ക്ക് എളുപ്പമുള്ള രാഗമൊന്നുമല്ല പാടാൻ. ഓക്കെ, സോ എനിക്കിഷ്ടമായി. ബേസിക് പ്രോബ്ലം എനിക്ക് തോന്നിയത് ടെമ്പോ ആൻഡ് ശ്രുതി. എനിക്ക് വേറൊരു കാര്യം തോന്നി, ശ്രീരാജ് കുറച്ചും കൂടി ത്രോ ചെയ്യണമായിരുന്നു വോയിസ്. ഒത്തിരി ഒതുക്കിയ കാരണം ശ്രീരാജിന് കൺട്രോൾ ഉണ്ടായിരുന്നില്ല. സോ ടെമ്പോ കാരണം കൺട്രോൾ ഉണ്ടായിരുന്നില്ല, ഒതുക്കിയ കാരണം കൺട്രോൾ ഉണ്ടായിരുന്നില്ല. സോ ഇത്രയും നന്നായിട്ട് ഒരു സുരുട്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ശ്രീരാജിന് പറ്റിയ മേജർ പ്രോബ്ലംസ് ഇതായിരുന്നു. ഓക്കെ, എനി ഹൗ യു സൗണ്ടഡ് വെരി ഗുഡ് ആൻഡ് വെരി നൈസ് അബൌട്ട് സുരുട്ടി.
ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ശ്രീരാജിന്റെ ഈ പെർഫോമൻസിന്റെ കമന്റ്സ് കേട്ടു. നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ. ശ്രീരാജ് 18.5. 18.5 on 25. അൽഫോൻസ് ഏട്ടാ. എനിക്ക് ശ്രീരാജിൻ്റെ പല്ലവിയിൽ കുറേ പ്രയോഗങ്ങൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാടിയത്, വോയിസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് 19 മാർക്സ്. 19 on 25. മഹതി മാം. സുരുട്ടി ഇത്രയും കഷ്ടം ആയിട്ടുള്ള ഒരു രാഗം ഒരു നന്നായി ഹാൻഡിൽ ചെയ്തു പല്ലവിയിൽ. സോ ജസ്റ്റ് ഫോർ യുവർ പല്ലവി 19 മാർക്സ്. 19 on 25. ഇപ്പോൾ ടോട്ടൽ 56.5 on 75. കുഴപ്പമില്ല, ആദ്യമായിട്ടല്ലേ പാടുന്നത് ഇങ്ങനെ. ഡോണ്ട് വറി, ഇനി 2 റൗണ്ട്സ് ഉണ്ട്. യു ഹാവ് ടു റോക്ക്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. മലയാളം കൃതി സോങ്സ് റൗണ്ടിൽ അടുത്തതായി ദേവിക പാടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് വി ഹാവ് ടു ടേക്ക് എ വെരി ഷോർട്ട് വൈൽ ഓഫ്. സോ സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സെക്കൻഡ് പെർഫോമർ ദേവികയാണ്. മലയാളം കൃതി സോങ്സ് റൗണ്ടിലാണ് ദേവിക പാടാൻ പോകുന്നത്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ദേവിക ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഫ്യൂഷൻ ഓഫ് മലയാളം കൃതി റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് ആനന്ദഭൈരവി രാഗത്തിലെ പൂന്തേൻ നേർമൊഴി എന്ന കൃതിയാണ്. ഇതെന്നെ പഠിപ്പിച്ചു തന്നത് ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം സാറാണ്. ഇത് സാറ് പഠിപ്പിച്ച പോലെ എനിക്ക് പാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.
चारुशीले मम चाले वन्निन्निह बाले चारुशीले मम चाले वन्निन्निह रात्रिकाले मोदत्तालिन्नुडे हालेन कस्तूरि कालेपनं चेय्युं सखी बाले चारुशीले मम चाले वन्निन्निह रात्रिकाले मोदत्तालिन्नुडे हालेन कस्तूरि कालेपनं चेय्युं सखी പൂന്തേനേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേൻ കാമിനി പൂന്തേനേർമൊഴി സഗരിഗമ പൂന്തേനേർമൊഴി പമ പം പമ പപ സനിധ പമ പ പമ ഗരി സ പമ പ പമ പപ സനിധ പമ പ പദമ പമ ഗരി സ ഗ സ ഗ ഗമ ര പമ ഗരി ഗമ പദ പരി സ നിധ പമ ഗരി സ ഗ സ ഗമ ര പമ ഗരി ഗമ പദ പരി സ നിധ പമ ഗരി സ സ സ നിധ പപ സ നിധ പമ പ പമ ഗരി ഗമ പദ പ സ മഗരി സനി സ പമഗരി സ സ സനി ദ പമ ഗമ പദ പ സ സ സ സ മഗരി സ പ പ പ സ നി ദ പ സ സ സ മഗരി ഗമ പദ പ സ ഗരി ഗമ പ സ നി സ ഗരി നി സ മഗരി നി സ സ നി ദ പ പ മഗരി സ പമ ഗരി പ മ ഗമ പ മ ഗമ ഗമ പ സ ഗരി ഗമ പ പ ദ പ മ പ സ സ മഗരി സ മഗരി സ നി ധ നി സ സ ഗരി സ നി നി സ പ നി ദ പ മ ദ പ സ ഗരി സ നി നി സ ഗരി സ നി നി സ സ പ നി ദ പ മ ദ പ പ സ ഗരി സ നി നി സ ഗരി സ നി നി സ സ സ പ നി ദ പ മ ദ പ പ പ സ ഗരി ഗമ പൂന്തേനേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേൻ കാമിനി പൂന്തേനേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേൻ കാമിനി പൂന്തേനേർമൊഴി സഖി ദേവിക മൊത്തത്തിൽ എന്താ പറയണ്ടേ ഈ ഒരു രാഗത്തിന്റെ സുഖം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് ആ രാഗത്തിന്റെ ഒരു സുഖമുണ്ട് അല്ലേ? ആ സർ ഉണ്ടോ? സുഖമുണ്ട്. ഊവുണ്ടെന്ന്. ഓക്കെ, നമുക്കൊക്കെ ഊവ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ മോളെ, എനിക്ക് ഒരു ഒറ്റ കാര്യം, ഈ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ ഇപ്പം ആദ്യത്തെ സ്വരം ഒന്ന് പാടിക്കേ. ഇപ്പം പാടിയത് ആദ്യം മോള് പാടിയത് പപ്പ പപ്പ ദ പമ ഗരി ഗമ പ മ ഗമപ, അത് ഏത് സ്വരമാണ്? ഗമപ നല്ല പഞ്ചമ, ഷഡ്ജം പഞ്ചമം എന്നൊക്കെ പറഞ്ഞാൽ ഇട്ട് കുലുക്കാൻ പറ്റിയ സ്വരങ്ങളെ അല്ല. സ എന്ന് പാടത്തില്ലല്ലോ നമ്മൾ. പാടുവോ? പാന്ന് പാടുവപ്പാ പറയൂ. ഷഡ്ജം പഞ്ചമം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു സ്ഥായിയായിട്ടൊരു സ്വഭാവമുള്ള ആധാര ഷഡ്ജം എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് എന്ന് പാടിയാൽ അത് സായല്ല, വേറെ എന്തോ ആണ്.
അല്ലേ മോക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിനകത്ത് എന്താ പറയണ്ട, ഒരു നമുക്കിതിനൊരു ഒരു ക്ലാസിക്കൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ആക്കപ്പെടുന്ന മോള് പാടുമ്പോൾ അതിനകത്ത് അല്ല ഞാൻ പറയുന്നത് കേൾക്കുക, അതിനൊരു സിനിമയല്ല ഇതുമല്ല അതുമല്ലാത്ത ഒരു ലക്ഷണമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറയൂ ദേവിക പറയൂ. ഞാൻ പറഞ്ഞത് ഞാൻ ഫ്യൂഷൻ എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചെങ്ങനെയാന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച വന്ന് പഠിച്ചത്. അപ്പോൾ അത് ആ രീതിക്കൊന്ന് സെറ്റായി പോയി. ഇത് കൺഫ്യൂഷനായി. ഫ്യൂഷൻ ഉണ്ടായിരുന്നത് കണ്ണും കൊണ്ടുണ്ട് മോനെ. അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഫ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് നശിപ്പിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മോളെ അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. പിന്നെ പൂന്തേൻ നേർമൊഴി ആ സംഗതിയൊക്കെ കുറച്ചും കൂടെ ഗ്രിപ്പോടെ വരണം. മറ്റൊക്കെ ഒരെണ്ണം ചളങ്ങിയും പോയി. അത് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൺസ് ചേട്ടാ? ഞാനിവിടെ എഴുതി വെച്ചത് ഫിലിമി ഫീൽ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാണ്. എനിക്ക് തോന്നുന്നത് ദേവിക പഠിച്ചതിൻ്റെ കുറച്ച് ഇതുകൾ ഉണ്ടാവണം. പിന്നെ അങ്ങനെ അധികം പാടി പരിചയമില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? കർണാട്ടിക് ഇതുകൾ പഠിക്കുന്നുണ്ടോ? ഞാൻ ഇതുപോലെ ബ്രേക്ക് ഒത്തിരി എന്ന് വെച്ചാൽ കോളേജും പിന്നെ അമ്മ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ഒക്കെ ഒരു ടീച്ചറിനെ കിട്ടും, പിന്നെ ട്രാൻസ്ഫർ ആവും, പിന്നെ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറേ കിട്ടൂല. ഓക്കെ. അപ്പോൾ പ്രത്യേകിച്ച് തുടക്കത്തിൽ വെരി ബിഗിനിങ്ങിലൊക്കെ ശരിക്കും ഒരു പ്യുവർ ഒരു ഫിലിമി സ്റ്റൈലിലുള്ളൊരു സിംഗിങ് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ക്ലാസിക്കലിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു കൃത്യത കണ്ടില്ല. പിന്നെ ഫ്യൂഷൻ മോഡിലാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും കുറച്ച് സംഗതികൾ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കുറച്ച് സാധനം കൊണ്ടുവന്നിരത്തെങ്കിലും അല്ലെങ്കിൽ അതിൽ ഉപരി നമ്മൾ ഒരു ജോണർ പാടുമ്പോൾ അതിൻ്റെ കറക്റ്റ് കൾച്ചർ നമ്മൾ കൊണ്ടുവന്ന് ആ കൾച്ചറിൽ നിന്ന് ഡിഫറെൻറ്റ് കൾച്ചറിലേക്ക് പോകാൻ പറ്റണം. അതിൻ്റെ അർത്ഥം ഒരു കൾച്ചറിനെ മാറ്റി മറിക്കുക എന്നുള്ളതല്ല, ആ കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റായിട്ട് പാടുക. അതേ നിമിഷം തന്നെ നമ്മൾ വേറൊരു കൾച്ചറിലേക്ക് പോകുമ്പോൾ എക്സാക്ട്ലി അതിൻ്റെ ഫീല് കൊണ്ടുവരാൻ പറ്റുക. ഈ ഒരു ഇൻ്റർചേഞ്ചിങ് നമുക്ക് എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു ഫ്യൂഷൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അല്ലാതെ നമ്മൾ പല കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട്, അത് ഫ്യൂഷൻ ആവില്ല. അപ്പോൾ അതും കൂടെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്തായാലും ദേവിക നല്ലൊരു പാട്ടുകാരിയാണെന്ന് നമുക്കറിയാം, നല്ല പെർഫോമറാണെന്ന് നമുക്കറിയാം, ദേവികയുടെ എല്ലാ കപ്പാസിറ്റിയും നമുക്കറിയാം. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പറയണമെന്ന് മാത്രം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൺസ് ചേട്ടാ. മഹതി മാം? നന്നായി പാടി ദേവിക. താങ്ക് യു. ആസ് യൂഷ്വൽ ദേവികയ്ക്ക് ഏത് പെർഫോമൻസിലും പിച്ചിങ്ങിന്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. ഇതിലും അത്രയ്ക്ക് ഗ്ലെയറിംഗ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് യുവർ വോയിസ് സൗണ്ടഡ് വെരി വെരി പ്ലസന്റ് ആൻഡ് സ്വീറ്റ്. താങ്ക് യു. ദോസ് ആർ ദ പോസിറ്റീവ് സ്റ്റഫ് അബൌട്ട് യുവർ പെർഫോമൻസ്. എനിക്ക് ആദ്യം തൊട്ട് തുടങ്ങിയ ആ സ്വരം അത് കഴിഞ്ഞിട്ട് അതെന്താ സാധനം, അതെന്താ നോട്ട് പറയൂ, അതിന് മുമ്പത്തെ നോട്ട് പാടൂ. അത് ഫുൾ ആയിട്ട് പാടൂ, ആ ഫ്രേസ് ഒന്ന് പാടൂ. അതും ഇല്ല. പറയൂ. സാ ഒന്നും കൂടി പാടൂ. സാ സാ അതെന്താ നോട്ട്? റി മ ദ ദ. ആ പ്രയോഗം ഫസ്റ്റ് ഓഫ് ഓൾ റോങ് ആണ്. അടുത്തത് ദേവിക പാടിയ നോട്ട് സ്ഥാനം ഇസ് ഋഷഭം, ബട്ട് യു ആർ സിംഗിങ് സാ. Okay, the total construction of it is wrong. I'm very sorry to say this, but I have to say. Okay, so I think you have to take it up seriously. Fusion എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഈ റൗണ്ടിന് മാത്രമല്ല, for any where you go, all the contestants, wherever you perform a fusion, please do not dilute any genre. Okay, so all the best. Overall ഒരു ഒരു സിനിമ ഇങ്ങനെ ഒരു നല്ല ഒരു 10 ഫൈറ്റും ഒരു 4-5 ഹിറ്റ് പാട്ടൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ കാണുന്ന എഫക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, ഇറ്റ് വാസ് ജിൽ ജിൽ. എനിവേസ്, താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. നമുക്ക് ഈ പെർഫോമൻസിന്റെ മാർക്സ് ചോദിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ശരത് സർ. ശരത് സർ,
പറയൂ ദേവിക, പറയൂ. 17.5 കൊണ്ട് തൃപ്തിപ്പെടുവോ? തൃപ്തിപ്പെടും. എന്നാ ഞാൻ 18.5 തരുന്നു. 18.5 on 25. Alphonseta? 18.5. 18.5 on 25. Mahati, ma'am? Devika, probably your lowest score round alle യെസ്. തോന്നണേ. ബിക്കോസ് ദേവിക സച്ച് എ ഗുഡ് പെർഫോമർ. എത്രയോ നല്ല പെർഫോമൻസസ് തന്നിട്ടുണ്ട്. എനി ഹൗ നോട്ട് വെരി അപ്പീലിംഗ് പെർഫോമൻസ് ടുഡേ. ദേവിക, യു നോ ദാറ്റ്, റൈറ്റ്? സോ 18.5. താങ്ക് യു. 18.5 again on 25. For total 55.5 on 75. ദേവികയ്ക്ക് അത്ര കാലിബർ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ജഡ്ജസ് അത്രയും കറക്ഷൻസും സജഷൻസും ഒക്കെ പറഞ്ഞു തന്നത്. ഡോണ്ട് വറി, 2 റൗണ്ട്സിലും നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ ലാസ്റ്റ് പെർഫോമർ ആരാണെന്നറിയാൻ ചെറിയൊരു കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ട്. സോ ഡോണ്ട് ഗോ എനിവേ, സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. ഇന്നത്തെ ലാസ്റ്റ് പെർഫോമർ ദീപു ആണ് ടു പെർഫോം ഇൻ ദ റൗണ്ട് മലയാളം കൃതി സോങ്സ്. സോ സ്വാഗതം ചെയ്യാം ദീപു ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഈ റൗണ്ടിൽ ഞാൻ മഹാകവി കുട്ടമ്പത്ത് കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ സാരമതി രാഗത്തിലുള്ള ഒരു കൃതിയാണ് പാടാൻ പോകുന്നത്. ശ്രീ ഹരിഹരസുത പാലയമം എന്ന കൃതി. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു റെയർ രാഗമാണ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് പാടാൻ ശ്രമിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. सुत पालयमां श्री हरिहर सुत पालयमां श्री हरिहर सुत पालयमां श्री हरिहर सुत पालयमां श्रीगानलोलुप पालयमां श्री हरिहर सुता पालयमां श्रीगानलोलुप पालयमां श्री हरिहर सुता पालयमां श्रीगानलोलुप पालयमां श्री हरिहर सुता पालयमां. पदकमलमणिं
പദകമലം മോഹനമാം തവ പദകമലം മോഹനമാം തവ പദകമലം ഭവമോഹാന്തകാവിഭോഗൈ തൊഴുന്നേനൈ മോഹനമാം തവ പദകമലം ഭവമോഹാന്തകാവിഭോഗൈ തൊഴുന്നേനൈ ശ്രീ ഹരിഹര സുതാപാലയമാം ശ്രീഗാനലോലുപപാലയമാം ശ്രീ ഹരിഹര സുതാ ಮಂಜುಳ ದೇಹಿ ಶುಭಂ ಜಯ ಮರಕತ ಮೋಹನ ಹರಿಹಯ ವಾಹನ ಪಾರಾತಿ ಮಂಜುಳ ದೇಹಿ ಶುಭಂ ಜಯ ಶ್ರೀ ಸುಖ ಮೃಗಪುರ ನೃಪಕುಲ ಪಾಲಕ ಶ್ರೀ ಸುಖ ಮೃಗಪುರ ನೃಪಕುಲ ಪಾಲಕ ಶ್ರೀ ಸುಖ ಮೃಗಪುರ ನೃಪಕುಲ ಪಾಲಕ ಶ್ರೀ ಶಾದಿ ಲಾಳಿತ ದೇಹಿ ಸುಖಂ ಜಯ ಶ್ರೀ ಸುಖ ಮೃಗಪುರ ನೃಪಕುಲ ಪಾಲಕ ಶ್ರೀ ಶಾದಿ ಲಾಳಿತ ದೇಹಿ ಶುಭಂ ಜಯ ಶ್ರೀ ಹರಿಹರ ಸುಧಾ ಪಾಲಯಮಾಂ ಶ್ರೀಗಾನಲೋಲುಪ ಪಾಲಯಮಾಂ ಶ್ರೀ ಸರಿ ಗಮಗ ಸಾಸ ಕರಿ ಸನಿ ದ ಮಾಮ ಸರಿ ಗಮಗ ಸಾಸ ಶ್ರೀ ಹರಿಹರ ಸುಧಾ ಪದ ಮಾಮ ಪದನಿ ದ ಮಾಮ ಪದನಿ ಸನಿ ದ ಮಾಮ ಪದನಿ ಸರಿ ಗಮಗ ಸನಿ ದ ನಿದ ಮಗ ಸ ಶ್ರೀ ಹರಿಹರ ಸುಧಾ ಸರಿ ಸರಿ ಗ ಸರಿ ಗ ಮ ಪ ಸರಿ ಗ ಮ ಪ ಧನಿ ಸರಿ ಗ ಸ ಗ ಸ ನಿ ದ ಮ ದ ಸ ನಿ ದ ಮ ಗ ಮ ನಿ ದ ಮ ಗ ಸ ಶ್ರೀ ಹರಿಹರ ಸುಧಾ ಗ ಸ ನಿ ದ ಮ ಗ ಸ ಸ ನಿ ದ ಮ ಗ ಸ ನಿ ದ ಮ ಗ ಸ ದ ಮ ಗ ಸ ಸ ನಿ ದ ಮ ಗ ಸ ನಿ ದ ಮ ಗ ಸ ದ ಮ ಗ ಸ ಮ ಗ ಸ ನಿ ದ ಮ ಗ ಸ ದ ಮ ಗ ಸ ಮ ಗ ಸ ಸ ಶ್ರೀ ಹರಿಹರ ಸುಧಾ ಪಾಲಯಮಾಂ ಶ್ರೀಗಾನಲೋಲುಪ ಪಾಲಯಮಾಂ ಶ್ರೀ ಹರಿಹರ ಸುಧಾ ദീപു സാർ എങ്ങനെ തോന്നി ദീപുവിന്? സത്യം പറഞ്ഞോട്ടോ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്രിപ്പ് കിട്ടിയില്ല സാർ. എന്താണ് ഗ്രിപ്പ് കിട്ടാതായി പോയത്? ഒരു ഉഗ്രം ഒരു സംഭവമാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ദീപു എത്തിയിട്ടില്ല. അത് സത്യമായിട്ടുണ്ട്. ഇപ്പം രാഗ ആലാപ തൊട്ട് ദീപുവിനെ ശനി പിന്തുടരുകയായിരുന്നു. തീരുന്നവരെ ശനി ക്ഷീണിച്ച് ദീപുവിൻ്റെ പുറകെ നടന്നു കേട്ടോ. അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ. കുറേയും കൂടെ കാര്യം ഇതിന് കണ്ടവരുടെ ഞാൻ ദീപുവിന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ദീപുവിന് അറിയാവുന്ന പഠിക്കുന്ന ആളല്ലേ. അപ്പോൾ അത് നമുക്ക് കൃത്യസമയത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ
എന്തൊരു ഒരു 5 പൈസയുടെ കുറവ് എവിടെയോ ഉണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അത് എവിടാണെന്നുള്ളത് പഴവങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ കുറഞ്ഞു പോയതാവാം, പിന്നെ വന്ന് അടിക്കാൻ ഗണപതി എന്ന് പറഞ്ഞതായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും അതൊന്ന് ദീപു ഇരുന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് പറ്റിയതെന്ന് ആലോചിക്കുക. പിന്നെ ഗ്ലെയറിംഗ് ആയിട്ട് കുറേ ആ മോഹനവും കൈ തൊടുന്നതിനും ബാലയമാമും ആ സുഖമൊക്കെ ഒരു സുഖമില്ലാതെ പോയി. മൊത്തത്തിൽ ദീപുനെ കാണാനൊരു ചന്തമുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. മുണ്ടുമൊക്കെ കൊടുത്ത് നല്ല കാര്യം. അതിൻ്റെ അപ്പുറത്ത് സ്കാനർ ഇങ്ങോട്ട് ലൈറ്റ് അടിക്കാതിരുന്നത്, ഇല്ലെങ്കിൽ ഇതൊരു ഐറ്റം നമ്പറായിട്ട് മാറിയാൻ കേട്ടോ. അത് എന്തെങ്കിലും അത് നടന്നില്ല. വലിയ കട്ടിയില്ല മുണ്ടിനല്ലേ, ഒരു അടിപ്പാവടയൊക്കെ കരുതി വെക്കുക ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോട്ടോ. പിന്നെ ദീപു എനിക്ക് പറയാനുള്ള ഈ സാ എന്ന് പറയുമ്പോൾ സാ സാ അങ്ങനെ ദീപു പറയുന്നത് സ്വരങ്ങൾ പാടുമ്പോൾ സാ കുറച്ചും കൂടെ ഒതുക്കി പറയുമ്പോൾ അതിനൊരു സുഖം കിട്ടും. നമ്മളെന്താ സംഗീതം എന്ന് പറയുന്നത് നമുക്കൊരു സുഖം തരേണ്ട, മനസ്സിന് സുഖം പ്രദാനം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് ദീപു കുറേയും കൂടെ നോക്കണം പാടുമ്പോഴേ. ഷഡ്ജം വല്ലാണ്ട് ഓപ്പൺ ആകാണ്ട് നോക്കിക്കോളൂ കേട്ടോ. എന്നാലും ദീപു എന്നെ ഇന്ന് വിഷമിപ്പിച്ചു. പോട്ടെ, എനിക്ക് ആ ഒരു ഞാൻ ഉഗ്ര ഒരു പ്രതീക്ഷയോടെ ഇരുന്നതാണ്, എനിക്ക് അത്രയും കിട്ടിയില്ല ദീപു കേട്ടോ. അത് കുഴപ്പമില്ല, ഇനി തകർത്ത് ഇതിനെന്താ കുറവെന്നുള്ള ആലോചിച്ചോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ. ദീപു സർ, ശരിക്ക് ശരത്തേട്ടൻ പറഞ്ഞ പോലെ ദീപു ബാക്കിയുള്ള ജോണറിൽ ദീപുന് അത്ര പരിചിതമല്ലാത്ത ജോണറിലൊക്കെ കയറി ഹെഡ് ചെയ്ത് ഭയങ്കര അങ്ങ് അൾട്ടിമേറ്റ് എക്സ്ട്രീം ഇതിലോട്ടൊക്കെ പോയി വന്ന് നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടാവും. വളരെയധികം കുറേ നാളുകളായിട്ട് ദീപു പഠിക്കുന്നു, കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ആളാണ്, സ്റ്റുഡൻ്റാണ്, മ്യൂസിക് സ്റ്റുഡൻ്റാണ്. അപ്പം അതിൻ്റേതായ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ശ്രുതി ശുദ്ധമായിട്ടുള്ളൊരു സിംഗിങ്, അതുപോലെ തന്നെ സംഗതികളുടെ പ്രയോഗങ്ങളിൽ കൃത്യത, അങ്ങനെയുള്ള പല കാര്യങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിച്ചു ശരിക്കും നമ്മളിവിടെ. ശ്രദ്ധിക്കുക ദീപു, ദീപുവിനെ ഞങ്ങൾക്ക് വേണം, നല്ല സ്ട്രോങ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ദീപുവിന് വേണം. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി മനസ്സിരുത്തി ഈശ്വരനെ വിളിച്ച് പരിശ്രമിക്കുക, കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. എന്ത് പറ്റി ദീപു? ദീപു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഉണ്ടല്ലോ. എത്രയോ ബ്യൂട്ടിഫുൾ സോങ്സ് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ദീപു. വെരി സ്ട്രോങ് കണ്ടസ്റ്റൻ്റ്, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് എന്ത് പറ്റി? അത്രയ്ക്ക് സെറ്റിൽമെൻറ്റ് പോരായിരുന്നോ സ്റ്റേജിൽ നിന്നപ്പോൾ? പാടിയപ്പോൾ വന്നില്ല. ദീപുവിൻ്റെ ഒരു ടാലൻറ്റ് ആൻഡ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് രാഗം ആൻഡ് സ്വരം വാസ് ഓക്കെ. രാഗം ഇത്രയും കൂടി ബെറ്റർ ആയിട്ട് പാടായിരുന്നു. ഓക്കെ, സോ ഓവറോൾ എനിക്ക് ദീപുവിന് ഒരു എന്താ പറയുക, മിക്സ്ചർ ഓഫ് പേടി ആൻഡ് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. പ്ലീസ് ആ ഓവർ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഇൻ ദിസ് ഷോ ആൻഡ് ഓൾസോ ഇൻ യുവർ ലൈഫ് ആൻഡ് ഇൻ സിംഗിങ് ഓൾസോ. സോ ഐ ഗെസ് മോർ ദാൻ എനിത്തിങ് നമുക്ക് എത്രയെങ്കിലും കഴിവുണ്ടാവും, നമുക്ക് നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടാവും, കുറേ പ്രൈസ് ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾ എല്ലാവരും പുറത്ത് എല്ലാവരും പ്രൈസ് ചെയ്തിട്ടുണ്ടാവും. നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ നന്നായി പാടിയല്ലോ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആവാം. പക്ഷേ അതൊരിക്കലും നമ്മുടെ പെർഫോമൻസിനൊരു ഓവർ കോൺഫിഡൻസ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഐ തിങ്ക് ഹ്യൂമിലിറ്റി ഇസ് വാട്ട് റിയലി ടേക്സ് യു ഹയർ ഹൗഎവർ ടാലന്റഡ് യു ആർ. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ് ദീപു. കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ് ഞങ്ങൾ എല്ലാവരും. എനിവേസ് നോ പ്രോബ്ലം. ബെറ്റർ ലക്ക് ഫോർ യുവർ നെക്സ്റ്റ് റൗണ്ട്സ്. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ 18.5. താങ്ക് യു. 18.5 on 25. അൽഫോൻസ് ചേട്ടാ 19. താങ്ക് യു. 19 on 25. മഹതി മാം 19 മാർക്സ്. താങ്ക് യു. 19 on 25. ഇപ്പോൾ ടോട്ടൽ 56.5 on 75. നമുക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടവും എക്സ്പെക്ടേഷനുമുള്ള കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സോ ഇനി ഡിസപ്പോയിന്റ് ചെയ്യരുത്. 2 റൗണ്ട്സ് ഉണ്ട്, തകർക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. The essence of all beautiful music is happiness. ആ സന്തോഷം നിങ്ങളിൽ ഞങ്ങൾക്ക് പകരാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടുകൂടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് നൈറ്റ് ഫ്രം ദ ഹോൾ ടീം ഓഫ് സൂപ്പർ സ്റ്റാർ.